ബി.ജെ.പിയിലെ ഗ്രൂപ്പിസത്തിൽ പൊലിഞ്ഞത് ശോഭാ സുരേന്ദ്രന്റെ അധ്യക്ഷമോഹം. സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കെ സുരേന്ദ്രന്റെ അതൃപ്തിയും. രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നതും ഇനി തിരിച്ചടിയായേക്കാം. ശോഭയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഇനിയും ഏക വഴി MLA ആവുക എന്നത് മാത്രമാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ശോഭാ സുരേന്ദ്രന് വിനയമായത് പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് തന്നെ. കേരളത്തിലെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾക്കതീതമായി നിൽക്കുന്ന ഒരാൾ അധ്യക്ഷനാകണമെന്ന് ദേശീയ നേതൃത്വം ശഠിച്ചു. ശോഭയെ ചുറ്റിപ്പറ്റിയും ഗ്രൂപ്പിന്റെ ആക്ഷേപങ്ങൾ ഉള്ളതിനാൽ നിയമം വിവാദത്തിലായേക്കാം എന്നും പാർട്ടിയിലെ ഐക്യാന്തരീക്ഷത്തിന് വിഘാതമുണ്ടാക്കുമെന്നും ദേശീയ നേതൃത്വം കരുതി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ മുൻ ഓഫീസ് സെക്രട്ടറി നടത്തിയ വെളിപ്പെടുത്തലും അനുബന്ധ വിവാദങ്ങളും ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾക്ക് മുന്നിൽ വിലങ്ങുതടിയാവുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇതാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചിട്ടും കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ശോഭാ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനം നഷ്ടമാകാൻ കാരണം. ഏറെ ആഗ്രഹിച്ച അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ ബി.ജെ.പിയിലെ ശോഭാ സുരേന്ദ്രന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയി. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റിൽ ഒന്ന് വിജയിച്ച് കരുത്ത് തെളിയിക്കുക മാത്രമാണ് ശോഭാ സുരേന്ദ്രന് മുന്നിലുള്ള വഴി. മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വിഹിതം ഇരട്ടിയാക്കുന്ന ശോഭയുടെ ജനപ്രീതി ദേശീയ നേതൃത്വത്തിനും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ തടസ്സമുണ്ടാകില്ല. എന്നാൽ പുതിയ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നുവെന്ന വിവാദം ശോഭാ സുരേന്ദ്രന് ഗുണകരമേയല്ല. തനിക്ക് എതിരായി നിൽക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് രാജീവ് ചന്ദ്രശേഖരന് തോന്നലുണ്ടായാൽ നിയമസഭാ സീറ്റ് ലഭിക്കുന്നതിനും തടസ്സമുണ്ടായേക്കും. രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ ഹോട്ടലിനുള്ളിൽ ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം പുറത്തേക്ക് പോയി. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചതുമില്ല. ഇതോടെയാണ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പ്രചരണം കടുത്തു തുടങ്ങിയതും. വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനൽ റിപ്പോർട്ടറുടെ ലൈവിൽ തന്നെ അത് നിഷേധിച്ച ശോഭാ സുരേന്ദ്രൻ തെറ്റിദ്ധാരണ മാറ്റാൻ മറ്റു മാധ്യമങ്ങളെയും കണ്ടിരുന്നു. ഇതോടെ പാർട്ടി നേതൃത്വത്തിനുള്ള ധാരണ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ കാലമായി ബി.ജെ.പി കേരള ഘടകത്തിന്റെ അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ തന്നെയായിരുന്നു. അധ്യക്ഷയാകാൻ കെട്ടിയിറങ്ങിയ ശോഭാ സുരേന്ദ്രന് ഇത്രയും അനുകൂലമായ സാഹചര്യം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. കേരള ബി.ജെ.പിയിലെ പ്രബല ഗ്രൂപ്പുകളിൽ ഒന്നായ P.K. കൃഷ്ണദാസ് പക്ഷത്തിന്റെയും പിന്തുണ ലഭിച്ചതാണ് അനുകൂല അന്തരീക്ഷം ഉരുത്തിരിയാൻ കാരണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ചിരുന്നു. ഡൽഹിയിലെത്തിയ ദേശീയ നേതാക്കളെ കണ്ട ശോഭാ സുരേന്ദ്രൻ സ്വന്തം നിലയ്ക്കും അധ്യക്ഷ പദവിക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ തന്റെ പിൻഗാമിയാക്കുന്നതിനോട് യോജിച്ചില്ല. ഇതാണ് ശോഭയുടെ അധ്യക്ഷമോഹത്തിന് വിലങ്ങുതടിയായതും.